നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 14 ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ദിവസമാണിത്. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. സംസാരത്തിൽ സംയമനം പാലിക്കുന്നതും തൊഴിൽ മേഖലയിലെ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതും നേട്ടങ്ങൾ നൽകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മാനസികമായ അസ്വസ്ഥതകളും ശാരീരികമായ ക്ഷീണവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അമിതമായ ജോലിഭാരമോ ഉറക്കക്കുറവോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഇതിന് കാരണമായേക്കാം. കൃത്യമായ വിശ്രമം ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയുടെ വരവ് പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. ഒരു കുഞ്ഞിന്റെ ജനനം, വിവാഹം അല്ലെങ്കിൽ പുതിയൊരു അംഗത്തിന്റെ വരവ് എന്നിവ വഴി കുടുംബത്തിൽ സന്തോഷം നിറയും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മേലധികാരികളിൽ നിന്ന് പ്രശംസയും അർഹമായ അംഗീകാരവും ലഭിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാൽ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ടാകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകം പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ കൂട്ടുകെട്ടുകൾ വഴി തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മോശം സ്വാധീനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മാനസികമോ ശാരീരികമോ ആയ അസ്വസ്ഥതകൾ അലട്ടാൻ ഇടയുണ്ട്. പുതിയ കൂട്ടുകെട്ടുകളിൽ നിന്നോ പങ്കാളിത്ത കച്ചവടങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടമോ അപഖ്യാതിയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദീർഘകാലമായി നിലനിന്നിരുന്ന ശത്രുത അവസാനിക്കുന്ന ദിവസമാണിത്. നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ രൂപപ്പെടാനും അവർ വഴി ഭാവിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനും യോഗമുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരിൽ അമിതമായി വിശ്വസിക്കുന്നത് തിരിച്ചടികൾക്ക് കാരണമായേക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുന്ന ദിവസമാണിത്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കും. പുതിയൊരു ഉന്മേഷം അനുഭവപ്പെടും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. അനാവശ്യ സഹവാസങ്ങൾ കുടുംബത്തിനുള്ളിൽ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. വിശ്വസ്തരെന്ന് കരുതിയവരിൽ നിന്നുള്ള വഞ്ചനകൾ വൈകാരികമായി തളർത്തിയേക്കാം. ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തത പുലർത്തുന്നത് ഗുണകരമാകാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണിത്. ഭാഗ്യാനുഭവങ്ങൾ, ഭക്ഷണസുഖം, ദാമ്പത്യ ഐക്യം എന്നിവ ഉണ്ടാകും. അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ ലഭിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സാഹചര്യമുണ്ടാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മനസ്സിൽ ദീർഘകാലമായി കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ദിവസമാണിത്. തൊഴിൽ രംഗത്ത് നേരിട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും പുരോഗതിയുടെ പാതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.